ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം ശരണയാണ്. ഇന്ന് കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കുഞ്ഞൻ പോകണ്ടാത്തൊരു ദിവസമായിരുന്നു. കുഞ്ഞിന് ലീവാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് ആൾക്ക് നല്ല ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നങ്ങ് ലീവ് എടുക്കാമെന്ന് വെച്ചു. ഒരു ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഒന്ന് കുറയുമല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങ് ഇന്ന് ലീവാട്ടോ. അങ്ങനെ രാവിലെ കുഞ്ഞൻ എഴുന്നേറ്റ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ പിറകെ ഇങ്ങനെ എഴുന്നേറ്റ് വന്നേട്ടോ. എഴുന്നേറ്റ് വന്ന് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഗോതമ്പൊടി എടുത്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കിയാൽ മതി, പക്ഷെ ഞാൻ നനച്ച് തരാം, ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നനയ്ക്കാൻ പോയേട്ടോ. അപ്പം കുഞ്ഞൻ പറഞ്ഞു ഞാൻ നനയ്ക്കാം, നീ പോയി കിടന്നോ എന്നൊക്കെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, പുട്ടിൻ്റെ പൊടി ഞാൻ തന്നെ നനച്ച് തരാം, എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടോ. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞൻ ആ പുട്ടുപൊടി നനയ്ക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് എന്നെയാണ് ഓർമ്മ വന്നത്, പഴയ എന്നെ, ഇപ്പോഴത്തെ അല്ല കേട്ടോ. പണ്ട് ഞാൻ ഇതോട്ട് അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പുട്ടിന് മാവ് ഞാൻ നനയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നനയ്ക്കാൻ പോയതായിട്ടോ. അവസാനം നനച്ച് വന്നപ്പോഴത്തേക്ക് വെള്ളം കൂടി അവസാനം കയ്യിൽ ഒട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് മാവും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ചപ്പാത്തി ആക്കി എടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ഞാൻ അവസാനം അത് ചപ്പാത്തിക്കുള്ള മാവ് ആക്കി എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ എനിക്കിന്ന് പുട്ട് തിന്നാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, നമുക്കിന്നങ്ങ് ചപ്പാത്തി ആക്കാം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടുന്ന് നൈസിന് ഒഴിവാകുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതേ കൂട്ട് ആൾക്കാർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇതാ പുട്ടിന് മാവ് ഞാൻ നനച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞൻ തേങ്ങയൊക്കെ തിരികെ തന്നു. അത് കഴിഞ്ഞ് പിന്നെ പുട്ടുകുറ്റിയിലൊക്കെ ആക്കിയിട്ട് അത് അടുപ്പത്താക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പല്ല് തേച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വന്ന് പല്ല് തേച്ചിട്ട് കുഞ്ഞിനെ വിളിക്കായിരുന്നു, വാ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാനെന്ന് പറയുമായിരുന്നു. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നീ മാത്രം അവിടെ നിന്ന് തേച്ചോളാൻ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാനവിടുന്ന് പല്ല് തേച്ചു. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ പുട്ടിന് വെച്ചത് എന്തായാലും ആവി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെന്ത് കിട്ടിയാട്ടോ. അങ്ങനെ ഞാൻ പറയുമായിരുന്നു നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് പുട്ടുകുറ്റിന്ന് പുട്ടങ്ങോട്ട് കുത്തിയിട്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് പണിപാളി, അത് കുറച്ചിങ്ങനെ അടർന്ന് വീഴാൻ പോയേട്ടോ. അപ്പം എൻ്റെ പറയാം എന്തായാലും നമ്മൾ ഇളക്കിയല്ലേ കഴിക്കുന്നത്, അല്ലാതെ ഇങ്ങനെയൊന്നും അല്ലല്ലോ കഴിക്കുന്നതെന്ന് ഇങ്ങനെ കുഞ്ഞൻ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാമതൊരു കുറ്റിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആക്കി എടുത്തിട്ടുണ്ട്. ഫുള്ളൊരു കുറ്റി വെക്കത്തില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മിക്കപ്പോഴും ഞങ്ങൾ ഒരു കുറ്റി വെച്ചിട്ട് ഫുള്ളായിട്ട് വെച്ചിട്ട് അതിന് പകുതി കുഞ്ഞൻ കഴിക്കും, പകുതി ഞാൻ കഴിക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പിന്നെ വീട്ടിൽ നിൽക്കുന്ന കുഞ്ഞുള്ളത് കൊണ്ട് പിന്നെ രണ്ടായിട്ട് അങ്ങനെ അങ്ങ് വെച്ചെന്ന് മാത്രമേ കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ പുട്ട് അങ്ങോട്ട് മാറ്റിയ ഉടനെ കുഞ്ഞൻ ആ അടുപ്പത്തോട്ട് തന്നെ അരിയടുപ്പത്തിടാനുള്ള വെള്ളം വെക്കുക കേട്ടോ. അപ്പോൾ ഭയങ്കര ഉത്തരവാദിത്വമുള്ളൊരു കൊച്ചായിട്ട് മാറി എന്ന് വേണം പറയാൻ. കാരണം ഇതിനു മുന്നേ ഞാനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആൾ പറയുന്നത് നീ അങ്ങോട്ട് പോ, ഞാൻ പൊട്ടെടുത്തോണ്ട് പൊക്കോ, പിറകെ ഞാൻ വന്നോളാം, ഞാൻ അരിയടപ്പത്തിട്ടിട്ട് വരാം, അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും എന്നൊക്കെയുള്ള ഡയലോഗ്. എനിക്ക് വയ്യ, ഈ മനുഷ്യരെ കൊണ്ട് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ എന്നായിരുന്നു കേട്ടോ ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോൾ കയ്യോടെ ഓരോന്ന് കഴുകി അങ്ങ് വെക്കുക കേട്ടോ. എന്നിട്ട് പറയാം ഇതെല്ലാം കൂടെ കഴുകാനൊന്നും എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ളത് അന്നേരം ഉള്ളത് കഴുകി വെക്കുമ്പോൾ വലിയ പാടില്ല എന്നും പറഞ്ഞിട്ട് കഴുകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് വയ്യാണ്ടൊക്കെ ഇരുന്ന് ലീവ് എടുത്തല്ലേ മാറിപ്പൊക്കോ, ഞാൻ കഴുകി വെക്കാം. ഇല്ല ഞാൻ തന്നെ കഴുകുമെന്നും പറഞ്ഞിട്ട് ഭയങ്കര പിടിവാശിക്കാരിയാണ് എൻ്റെ കുട്ടി കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴുകി പറക്കി വെച്ചു. പിന്നെ അത് അവിടെ ഉണങ്ങിയിരുന്ന പാത്രങ്ങളെല്ലാം പറക്കിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോയത്. പിന്നെ ഒരു 3-4 കമൻറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിന് മുന്നേയും വന്നിട്ടുണ്ട്, ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ വന്ന കമൻറ്റ് ഇതായിരുന്നു, വീട്ടിൽ നമ്മൾ ഒരാളെ ജോലിക്ക് നിർത്തിക്കൂടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ, കുഞ്ഞിനും വയ്യാണ്ടൊക്കെ ഇരിക്കുകയല്ലേ, അപ്പോൾ ഒരു ഹെൽപ്പ് ആവുമല്ലോ എന്നും പറഞ്ഞിട്ടായിരുന്നു കേട്ടോ കമൻറ്റ്. നിങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷനിൽ നമുക്ക് ഒരാളെ ജോലിക്ക് നിർത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാരണം എന്ന് വെച്ചാൽ അവരെ വെറുതെ നമ്മൾ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സാലറി എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് സാലറി ആയിട്ട് കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിൻ്റെ ഒരാളുടെ ഒരു ജോലിക്ക് പോകുമ്പം കിട്ടുന്ന ആ ഒരു വരുമാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ലോണിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്താണ് തരണം ചെയ്ത് പോകുന്നത്. അതിൻ്റെ കൂടെ ഒരാളെയും കൂടെ നിർത്തി അയാൾക്ക് സാലറി കൊടുക്കാനുള്ള വരുമാനമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഒരാളെ നിർത്താത്ത. ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ നിർത്തുന്നത് തന്നെയായിരുന്നു നല്ലത്. പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ടാട്ടോ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമ്മൾ എന്തും തരണം ചെയ്യണം എന്നല്ലേ പറയുന്നത്. അങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ ഇതാ രാവിലത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം എനിക്ക് ഗോതമ്പ് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിന് കണ്ണിനേരെ കണ്ടുകൂടാ എന്ന് വേണം പറയാൻ. പക്ഷെ ഇപ്പം കുഞ്ഞൻ കഴിക്കും.
ഞാൻ കഴിപ്പിച്ചെടുത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോതമ്പ് പുട്ട്. നല്ല തേങ്ങയൊക്കെ ഒരുപാട് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം വരുമ്പോൾ എൻ്റെ പൊന്ന് സാറേ സഹിക്കാൻ പറ്റത്തില്ല, അടിപൊളി മണമാണ്. അപ്പോൾ ആ മണമൊക്കെ എനിക്ക് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കറിയോ പഴമോ അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഞാൻ കഴിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അരിപ്പുട്ട് എനിക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ, ആ സാധനം എനിക്ക് ഇഷ്ടേ അല്ല. പിന്നെ ഗതികേട് കൊണ്ട് ഞാൻ കഴിക്കും എന്നുള്ളേ ഉള്ളൂ. അതേപോലെയാണ് ഇപ്പോൾ കുഞ്ഞൻ വിചാരിക്കുന്നത് ഞാൻ ഗതികേട് കൊണ്ട് ഗോതമ്പ് പുട്ട് കഴിക്കുന്നു എന്നായിരിക്കും. കുഞ്ഞിന് പക്ഷേ അരിപ്പുട്ട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പക്ഷേ ഗോതമ്പ് പുട്ടാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മീൻകറി വെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. അപ്പം ഇന്നലെ ഞാൻ മീൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചെടുത്ത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഫിസിയോയിൽ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ മീനും കുറച്ച് ഞാൻ ഇന്നലെ കഴുകി വെച്ചിരുന്നു, അതുകൊണ്ട് കാര്യമായി. ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ കയ്യിൽ മീൻ കഴുകാൻ കൊടുത്തിരുന്നെങ്കിൽ പെട്ടുപോയാനെ. അങ്ങനെ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് അന്ന് വന്നപ്പം തന്നുവിട്ട ഉണക്കമീനാണ് കേട്ടോ. മറ്റേ എന്തുമായിരുന്നു, നെത്തോലി ഉണ്ടല്ലോ, അതാണ് നെത്തോലിയുടെ കുഞ്ഞ്. ഇത് ചമ്മന്തി പൊടിക്കാനും തോരൻ വെക്കാനും ഒക്കെ നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. ചമ്മന്തി പൊടിക്ക് സൂപ്പറാണ്. അപ്പോൾ അന്ന് അമ്മ എനിക്ക് തന്നു വിട്ടത്, ഞാൻ കൊണ്ടുവന്ന് അങ്ങനെ അടച്ചു വെച്ചിരുന്നതാണ്. അമ്മ കഴുകി ഉണക്കി വാരി തന്നെയാണ്, പക്ഷേ ഇന്നലെ ഒന്നും കൂടെ ഒന്ന് വെയിലത്ത് ഇടാമെന്ന് വിചാരിച്ചു, ചിലപ്പോൾ ഇത് ചീത്തയായി പോയാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ മുറത്തിനകത്ത് ആക്കിയിട്ട് കൊണ്ടുവന്ന് ഒന്ന് വെയിലത്ത് വെച്ചു. ഇച്ചിരി നേരം നമ്മളിവിടെ നിൽക്കുന്നവരെ അവിടെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻകറിക്കുള്ളതും എല്ലാം ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ഉള്ളിയൊക്കെ. അപ്പോഴത്തേക്ക് കുഞ്ഞൻ പറഞ്ഞു നമുക്കെന്നാൽ 2 മീനെടുത്ത് വറുത്താലോ എന്ന്. അപ്പോൾ ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ 2 എടുത്തുകൊണ്ട് വന്നിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ കഴുകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഞങ്ങൾ രണ്ടും കൂടെ ഭയങ്കര വഴക്കായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ വഴക്കും കൂടി നിൽക്കുക കേട്ടോ. ആളാണെങ്കിൽ ഒരു മീൻ കഴുകും, ഒന്ന് ചെതുമ്പിൽ ഇങ്ങനെ ഇളക്കി കളയത്തില്ല, അതൊന്ന് ഇളക്കി കളഞ്ഞതിന് ശേഷം വീണ്ടും ഇങ്ങനെ പൈപ്പ് തുറന്നിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വെള്ളം പിടിച്ച് കഴിയും. അത് കഴിഞ്ഞ് എൻ്റെ ചിറക് കണ്ടിച്ചിട്ട് വീണ്ടും പിടിച്ച് വെച്ച് ഇങ്ങനെ കഴിയും, തല കണ്ടിച്ചിട്ട് പിന്നെയും കഴിയും. അങ്ങനെ 100 വട്ടം കഴുകി കാണും കേട്ടോ. അന്നേരം എല്ലാം അവിടെ എല്ലാം ആകുകയല്ലേ. എനിക്കാണെങ്കിൽ ആ സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ വാഷിംഗ് ബേസിൻ്റെ അവിടെ വെച്ച് കഴുകിയാലും അവിടുത്തെ വെള്ളമൊന്നും അവിടെ നിന്ന് വീഴാതെയൊക്കെയാണ് കഴിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ഇങ്ങനെ വെള്ളം പിടിച്ച് ഇങ്ങനെ കളയല്ലേ, ഒരു മീൻ എന്തിനാ എത്രയും വട്ടം വെള്ളം പിടിച്ചിങ്ങനെ കഴുകുന്ന, ആ പാത്രത്തിൽ തന്നെ ഇട്ട് മുക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങ് ഭയങ്കര ദേഷ്യമായിട്ടോ. ഞാൻ 2-3 വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്ന് അങ്ങനെ ചെയ്യല്ലേ. പക്ഷെ അന്നേരം ആൾക്ക് ഭയങ്കര ദേഷ്യമായിട്ട് ഞങ്ങൾ 2 പേരും വഴക്കായി കേട്ടോ. ആ ഒരു സമയത്ത് നല്ല വഴക്കായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോയി, എന്തെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പാട്ടിനങ്ങ് പോയി കേട്ടോ. ഞാൻ അവിടെ അങ്ങ് പോയി കിടന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പം വിളിക്കുന്നത് ശരിയാക്കി എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുന്നേറ്റ് വന്ന് പിന്നെ മീൻ അരപ്പൊക്കെ പുരട്ടി ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല, എന്താണെന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടിക്കോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു പോയി കിടന്നു. കാരണം കാലിനാക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അധികം നേരം നിൽക്കുകയല്ലേ, നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ അതനുസരിച്ച് പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. ഇത് നമ്മൾ ഓരോ കാര്യം ഇങ്ങനെ നമ്മൾ ഇരട്ടി പണിയാക്കും തോറും നമ്മൾ അത്രയും നേരം അവിടെ നിൽക്കുകയല്ലേ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്നത് തന്നെ. വഴക്ക് പറയുമ്പോൾ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പറഞ്ഞു ഇല്ല മീൻ കറി ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മീൻ കറിക്ക് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാമെന്നും പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് കറണ്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുഞ്ഞിൻ്റെ മറ്റേ കപ്പ് ഉണ്ടല്ലോ ചായ കുടിക്കുന്ന, ആ കപ്പിനകത്ത് പിന്നെ എല്ലാം കൂടി ഇട്ട് ഇങ്ങനെ ചതച്ചെടുത്ത് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫിഷ് മസാല വെച്ചിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടോ ഞങ്ങൾ മീൻ കറി വെക്കുന്നത്. ഇതിനു മുന്നേ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഷ് മസാല ഇതോട്ട് ഒരു വട്ടം മേടിച്ച് കറി വെച്ച് നല്ലതായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം അധികം എരിവൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റും. അപ്പോൾ ശാലുവിന് അവിടെ എരിവ് ഒട്ടും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെയും കുഞ്ഞിനെ പോലെ തന്നെയാണ് അവളും. അപ്പം എരിവ് കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര പുകച്ചിലും ഭയങ്കര വെപ്രാളമാണ് കേട്ടോ. 2 പേർക്കും അത് തന്നെയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഇത് വെച്ച് കറി വെച്ച് കൊടുത്തപ്പോൾ അവൾ കൂട്ടി കുഴപ്പമൊന്നും ഇല്ല, എരിവൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വട്ടം മേടിച്ചായിട്ടോ ഫിഷ് മസാല. അപ്പോൾ പക്ഷേ ഇന്നാണ് എടുക്കുന്നത്, കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട്, പക്ഷേ അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് എന്തോ നോക്കി വന്നപ്പോഴാണ് ആ ഒരു സംഭവം കിട്ടിയത്. അങ്ങനെ പിന്നെ അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ മീൻകറി ആ ഒരു സമയത്ത് തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്തോട്ട് ഞാൻ പറഞ്ഞു എന്നാൽ ഈ മീൻ വറുക്കാനും കൂടെ അങ്ങ് വെക്കാമെന്ന് പറഞ്ഞ് പിന്നെ മീൻ വറുക്കാനും കൂടെ വെച്ച്. നമ്മൾ വേറെ കറിയൊന്നും വെച്ചില്ല, മീൻ വറുത്തിയുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ തന്നെ ധാരാളമാണ്, ഞങ്ങൾക്ക് വേറെ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ കറിയൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് 2-2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ മീൻ കഴിവലും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് സമയം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ പോയിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പറായ അശ്വതി അജേഷിൻ്റെ അനിയനായ അശ്വിൻ്റെ ബർത്ത്ഡേ ആണ് മാർച്ച് 5 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി
ഹാപ്പി ബർത്ത്ഡേ അശ്വിൻ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കുറേ പേര് നമ്മളോട് ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. വിജില വിജയകുമാർ, ആര്യ മോൾ, ദിവ്യ ബിബിൻ്റെ മകളായ അക്കിമോൾ, ജിഷ ബിബിൻ രാജിൻ്റെ മക്കളായ അമ്പാടി, അഫി, സുമി ശ്രീജിത്തിൻ്റെ മക്കളായ ഇഷ്കിത, ശ്രീദർശ്, പിന്നെ നൈഷ്ന നീതുവിൻ്റെ മക്കൾക്കും ഹായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മക്കളുടെ പേരൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ ആ മക്കൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അങ്ങനെ ഇതാ ഫുഡ് കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകി പറക്കിയൊക്കെ വെക്കാൻ വേണ്ടി. അതൊക്കെ ഒന്നും കുഞ്ഞും തന്നെ കഴുകിയൊക്കെ വെക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് റെസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പോയി കിടന്നു. ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫിസിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞിനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോഴത്തേക്ക് ഇതാ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള അമ്പലം കേട്ടോ. ഈ അമ്പലത്തിൽ വരണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു. പക്ഷേ ഇതുവരെ നടന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടൊക്കെ വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ അവിടുന്ന് പോകുന്ന വഴിക്ക് നല്ല തിരക്കുണ്ടായിരുന്നേ. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് ചാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. അവിടെ ചെന്ന് പിന്നെ കുറച്ച് നേരം കഴിയോട്ടെ ഞാൻ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. ഞാൻ വരുമ്പോഴത്തേക്ക് കുഞ്ഞിനിങ്ങനെ വിയർത്തി കുളിച്ച് ഒരു പരുവായിട്ടായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ഫിസിയോ ഒക്കെ കഴിഞ്ഞു. കുറച്ച് ആദ്യത്തെ സ്റ്റെപ്പ് ഇതായിട്ടോ. അത് കഴിഞ്ഞ് 2-3-4 ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് കുറേ വൈകിയായിരുന്നു കേട്ടോ. അവിടെ ആളുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞൊരു ക്ലിനിക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ താമസിക്കും ഒരുപാട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ കുഞ്ഞിനെ ഞാനായിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇതാ ഇവിടെ പൊരിപ്പടയിൽ നമ്മളെ മാടി വിളിക്കുകയാണ് ഏത്തക്കപ്പമൊക്കെ ഇരുന്നിട്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ അവിടുന്ന് 2 ഏത്തക്കപ്പവും പിന്നെ മോദകം, ഈ പയറൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള സംഭവം മോദകം എന്നാണ് ഇവിടെ നമ്മുടെ ഇവിടെ പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുഞ്ഞിന് ഈ സംഭവം അത്ര ഇഷ്ടമൊന്നുമല്ല, പയർ ഉള്ളിൽ വരുന്നത് കൊണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഐറ്റം എന്ന് വെച്ചാൽ ഏത്തക്കപ്പവും പിന്നെ പരിപ്പ് വടയാണ് കേട്ടോ. അപ്പോൾ ഇത് 2 എനിക്ക് എപ്പം തന്നാലും ഞാൻ കഴിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണേ ഞാൻ വാങ്ങിച്ചോളൂ. കുഞ്ഞിനങ്ങനെ അധികം കഴിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പകുതി വെച്ച് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഏത്തക്കപ്പവും വാങ്ങിച്ചു. പരിപ്പുവട നോക്കിയിട്ട് പരിപ്പുവട അവിടെ ഇല്ലായിരുന്നു. പിന്നീട് എന്തായിരുന്നു, ഉഴുന്നുവടയായിരുന്നു കേട്ടോ. ഉഴുന്നുവടയും മേടിച്ചു. പിന്നെ ഇതാ വലിയ കപ്പിൽ കോഫിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കായിരുന്നു. എനിക്കിങ്ങനെ കോഫി കുടിക്കുമ്പോഴേ ഒരുപാട് കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വീട്ടിലേക്ക് നിൽക്കുന്ന സമയത്ത് ഞാൻ വലിയ കപ്പ് നിറയെ അമ്മ കോഫി ഇട്ട് ഇങ്ങനെ തരുമായിരുന്നു. എനിക്ക് ഒരു കപ്പ് ഉണ്ടായിരുന്നു, നല്ല നീളമുള്ള കപ്പ്. അത് നിറയെ കോഫിയൊക്കെ ഇട്ട് ഇങ്ങനെ തരും. ഞാൻ ഇങ്ങനെ ഇരുന്ന് കുടിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ ചായയും കോഫിയൊക്കെ എനിക്ക് ഒരുപാട് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ചായപ്രാന്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് അത്രയ്ക്ക് ഭയങ്കര അത് കുടിക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ തരുവാണെങ്കിൽ ഞാൻ ചായയൊക്കെ കുടിക്കും കേട്ടോ. എനിക്ക് കട്ടൻ അത്ര ഇഷ്ടേ അല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് എന്നതിന് ശേഷമാണ് കട്ടൻ ഇങ്ങനെ കുടിക്കാൻ തുടങ്ങിയത് കേട്ടോ. അവിടെ മെയിനായിട്ട് കട്ടനാണ് ഇടുന്നത്. അപ്പോൾ അങ്ങനെ കുടിച്ചാണ് ശീലമായത്. പക്ഷേ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കട്ടൻ കുടിക്കത്തേ ഇല്ല. ഭയങ്കര ഒരു അലർജി ആയിരുന്നു ഈ കട്ടൻ കുടിക്കുന്നത്. ഇപ്പം കട്ടനും കുടിച്ച് ശീലമായതുകൊണ്ട് ഇപ്പം എല്ലാം കുടിക്കും എന്നായി കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ കോഫിയൊക്കെ കുടിച്ചു. പിന്നെ പപ്പമൊക്കെ തിന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളൊന്നും ഉണ്ടാക്കിയതൊന്നും ഇല്ല കേട്ടോ നൈറ്റത്തേക്ക് വേണ്ടി. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വയറ് നിറയുമല്ലോ. കോഫി അത്ര ഉണ്ടായിരുന്നില്ലോ, എല്ലാം കൂടെ കുടിച്ചെല്ലാം വയറൊക്കെ നിറഞ്ഞു. അതിന് ശേഷം പിന്നെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിന്നതുമില്ല. ഒന്നും വേണ്ടെന്ന് തന്നെ ഞങ്ങൾ ഇതുകൂട്ട് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാക്കാനും നിൽക്കത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇത് അവിടേക്കൊന്ന് വൃത്തിയാക്കാമായിരുന്നു ഞാൻ കേട്ടോ. അവിടേക്ക് ഒന്ന് വെള്ളമെല്ലാം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ നീക്കി കളഞ്ഞിട്ട് പിന്നീട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുഞ്ഞം വെച്ചിട്ട് അങ്ങോട്ട് പോയാട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇതാ ഇവിടേക്കൊന്ന് തുടച്ചു ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. വെള്ളമൊക്കെ കിടപ്പുണ്ടായിരുന്നു, പൊടിയൊക്കെ കിടന്നത് അതെല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നൈറ്റ് നന്നായിട്ട് ഇത് വൃത്തിയാക്കി ഇടണം കേട്ടോ. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് ഒരുമാതിരി സ്മെല്ലും പിന്നീട് ഉറുമ്പൊക്കെ കയറി പാറ്റയൊക്കെ കയറി അങ്ങനെയൊക്കെ ഭയങ്കര ഒരുമാതിരി കിടക്കും കേട്ടോ രാവിലെ വരുമ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു മനസ്സമാധാനക്കേടാണ് ഈ രാത്രിയിൽ വൃത്തികേടായിട്ട് പോയി ഇങ്ങനെ ഇട്ടിട്ട് പോയി കിടക്കുന്നത് തന്നെ. പിന്നെ ബാലൻസ് വന്ന് മീൻകറി ഇരിപ്പുണ്ട്. അതൊന്ന് ചട്ടിയിലായതുകൊണ്ട് തന്നെ ചൂടാക്കിയെന്ന് വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കുന്നില്ല കേട്ടോ. രാവിലെയും കൂടെ ഒന്നും കൂടെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടനും കൂടി നിങ്ങൾ അടിച്ചൊന്ന് പൊട്ടിച്ചേരാം കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമും കൂടെ കട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റ ബൈ, സീ യു.